ഹലോ, മലാക്കയിലെ മോർണിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ സമയം 9:20 ഞങ്ങൾ രണ്ടുപേരും ഫ്രഷായി. സ്റ്റീഫൻ താഴത്ത് ലോബിയിൽ ഒരു ചെറിയ കാര്യം ഉണ്ടെന്നുകൊണ്ട് അങ്ങോട്ട് പോയിട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ കുറേ ഈ ടൗണിൽ കൂടെയൊക്കെ ചുറ്റിയാണെന്ന് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ഈ വരാന്തയിൽ നിന്ന് ഈ ബാൽക്കണി പോലെയുള്ള സ്പേസിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. ഇവിടെ കണ്ടോ, സിറ്റിയുടെ ഈ കണ്ണായ ഭാഗത്തിനുണ്ട് ഒരുപാട് പഴയ കെട്ടിടങ്ങളൊക്കെ കണ്ടിട്ടോ. ഇതൊക്കെ കണ്ടോ, ഒരുപാട് പഴയ കെട്ടിടങ്ങളാണ്. ഇവിടെയൊക്കെ താഴേക്ക് നടന്ന് പോയപ്പോഴാണ് പറഞ്ഞത് ഈ പരിസരത്ത് തന്നെ കടലായിരുന്നു ഇത്ര കുറേ മുമ്പ്. അത് ഞാൻ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നീട് മണ്ണിട്ടിട്ട് നികത്തിയിട്ട് കര ഉണ്ടാക്കിയെടുത്താണ് അത്രേ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റീഫൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടികളിലേക്ക് കിടക്കാം. ഇവിടെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ 8th ഫ്ലോറാണ്. ഇവിടെ നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈൻ ഉണ്ട്. ഇവിടെ കണ്ടോ, നോ ദൂര്യൻ എന്ന് പറഞ്ഞ സൈൻ വെച്ചേക്കുന്നു. ദൂര്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ചക്ക പോലത്തെ സംഭവം അല്ലേ. അത് കഴിച്ചിട്ടോ അത് ക്യാരി ചെയ്തിട്ടോ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നാണ് കേട്ടോ ഈ സൈനിൻ്റെ ഉദ്ദേശം. ഞാനത് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. വീഡിയോകളിലും അതുപോലെ തന്നെ എവിടെ ഇതിൻ്റെ ഈ ബട്ടണൊക്കെ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് കഴിക്കുന്നത് ആലോചിക്കുന്നത്. പോവല്ലേ, എങ്ങോട്ട് ആദ്യം പോണേ? പുറത്തേക്ക്. ഇങ്ങോട്ട് ആദ്യം പോണ പുറത്തേക്കാണ്. ഞാൻ അഷ്റഫ് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാം. സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റോ? മലാക്ക സ്പെഷ്യൽ ഫുഡാണ് മലാക്ക. ആണോ? വേറെ സ്ഥലം കിട്ടില്ല, വേറെ എവിടെയും കിട്ടാത്ത ഫുഡ്. ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച ഹോട്ടൽ, ഇംപീരിയൽ ഹെറിറ്റേജ്. ഞങ്ങളതിൻ്റെ ബാക്കിൽ കൂടിയാണ് വന്നത് കേട്ടോ. പുറകിൽ കൂടി വന്നിട്ടാണ് കാർ പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറിയത്. പക്ഷേ പിന്നെ ഇന്നലെ രാത്രി ഈ മുൻവശത്തൂടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് ഇത്രയും വലിയ ഹോട്ടലാണെന്ന് മനസ്സിലായത് കേട്ടോ. സ്റ്റീഫൻ ബ്രോക്ക് അറിയുന്ന ഹോട്ടൽ തന്നെയാണ് കേട്ടോ. വേറെ കാര്യം കൂടി ഉണ്ട്. സ്റ്റീഫന്റെ കുട്ടിക്കാലം ചെലവഴിച്ച നഗരമാണ് അല്ലേ? ആണോ? അല്ലേ? അല്ല അല്ല അല്ല. ഞാനിന്നലെ രാത്രി അങ്ങനെ നടക്കുമ്പോഴേ LP സ്കൂള് പഠിച്ച LP സ്കൂളൊക്കെ എനിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നഗരം കംപ്ലീറ്റ് സ്റ്റീഫന് ഫുള്ള് കാണാപ്പാടായിരിക്കും. അപ്പോൾ ആ ഹോട്ടലിൻ്റെ വാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്തത് 160 ആണ് കേട്ടോ. 160 റിങ്കറ്റാണ് വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട്. വാക്കിനാണെങ്കിൽ 200+ വരും അല്ലേ? ആ സത്യം. പക്ഷേ നിങ്ങൾക്ക് റൂം എങ്ങനെ തോന്നി? നല്ല റൂമല്ലേ? അടിപൊളി ഹോട്ടലും അല്ലേ? ഇവിടെ ഉണ്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് മലാക്ക സ്പെഷ്യൽ ഫുഡ്, പേര് ചിക്കൻ റൈസ് ബോൾ. ചിക്കൻ റൈസ് ബോൾ ഇല്ലേ, അത് ഒറിജിനൽ മലാക്കൻ ഫുഡാണ് കേട്ടോ. ഇവിടുത്തുകാരുടേതായിട്ടുള്ള ഫുഡാണ്. പക്ഷേ ഇപ്പോൾ അത് മലേഷ്യയിലെ എല്ലാ സ്ഥലത്തും കിട്ടും. നമുക്കിവിടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഓർഡർ ചെയ്യണം. സ്റ്റീഫൻ ബ്രോ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് രാവിലെ എത്ര ദോശ കഴിക്കുന്നത്, 1 ആണോ 2 ആണോ എന്ന്. ആ ദോശയുടെ എണ്ണത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ എത്ര ദോശ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ദോശയ്ക്കൊന്നും എണ്ണത്തിന് കണക്കില്ല. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വരുമ്പോൾ നോക്കാം. ആദ്യമായിട്ടാണ് ഇത് സംഭവം കഴിക്കാൻ പോകുന്നത്. ഇതാണ് റൈസ് ബോള്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ അകത്ത് ചിക്കൻ എന്തെങ്കിലും ഉണ്ടാവും എന്നാണ്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ചിക്കൻ റൈസ്, മലാക്ക ചിക്കൻ റൈസ് കഴിക്കുമ്പോൾ അത് 2 കോണ്ടിമെന്റ്സ് വേണം. ഫസ്റ്റ് ദിസ് ഈസ് ഡാർക്ക് സോയ സോസ്, അത് തിക്ക് സോയ സോസ്. ഇത് എല്ലാ ചൈനീസ് ഷോപ്പ് കിട്ടും ലോകത്തിൽ. പിന്നെ ചിക്കൻ റൈസ് ചില്ലി സോസ്, ഇത് കുറച്ച് സ്പെഷ്യലാണ്. ചില്ലി, പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ വേറെ സ്പൈസസ് ഉണ്ട്. വിനിഗർ. ഓക്കെ, സംഭവം ജസ്റ്റ് റൈസാണ് കേട്ടോ. ജസ്റ്റ് റൈസ് മാത്രം ആദ്യം കഴിച്ചു നോക്കിയേക്കാം. നമ്മൾ സാധാരണ ചോറ് വെള്ളത്തിൽ വേവിക്കുന്നതിന് പകരം ഈ ചിക്കൻ്റെ സ്റ്റോക്കിൽ വേവിച്ചാണ്. ഇത് മാത്രം കഴിക്കാൻ പറ്റും. സ്റ്റീഫൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമായിട്ടോ. ഇത് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അത് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ബോളാണ് കേട്ടോ. 5 ബോൾ നമുക്ക് ഈസി ആയിട്ട് കഴിച്ച് തീർക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്കൊരു 5 ബോൾ കൂടി വാങ്ങിയാലും കഴിക്കാൻ പറ്റും, കുഴപ്പമില്ല. സംഗതി എനിക്കിഷ്ടമായി. ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും നമ്മളൊന്ന് ഹോട്ടലിൽ പോയിട്ട് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. ഇനി നമ്മൾ മലാക്കയുടെ കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ്. ചരിത്രപരമായിട്ട് ഏറെ പ്രാധാന്യമുള്ള മലേഷ്യയിലെ സ്റ്റേറ്റാണ് മലാക്ക. ഞാനിങ്ങനെ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കുറേ വണ്ടി നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു സിഗ്നലിൽ കിടക്കുകയായിരിക്കുന്നു, പക്ഷേ ഇത് പാർക്കിംഗ് ആട്ടോ. ഇവിടെ റോഡാണ്, എൻ്റെ അപ്പുറത്തും റോഡാണ്. വണ്ടി വന്നോ, എൻ്റെ നടുവിൽ പാർക്കിങ്. അത് കൊള്ളാം. ഈ റോഡിൽ ഒട്ടും തിരക്കില്ല കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ പാർക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ റോഡ് പോലെയാണ്. സ്റ്റീഫൻ പറഞ്ഞത് ആ ഭാഗത്തൊക്കെ അങ്ങോട്ട് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് ഇതുവഴി പാസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇങ്ങോട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരേണ്ട ആൾക്കാരും മാത്രമേ ഈ റോഡിൽ കൂടി വരുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ഇതിൽ ട്രാഫിക് കുറവ്. ഈ റോഡ് പ്രധാനമായിട്ടും ട്രാഫിക്കിനേക്കാളും പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം വേറെ വേറെ കോഡിയാണ്. ഓക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ മലേഷ്യയിലെ 13 സ്റ്റേറ്റുകൾ, 13 അല്ലേ? 13 സ്റ്റേറ്റ് ആൻഡ് 1 ഫെഡറൽ ടെറിട്ടറി. ഓക്കെ അപ്പൊ അതിന്റെ എല്ലാം സെപ്പറേറ്റ് ഫ്ലാഗുകളുണ്ട്. പിന്നെ മലേഷ്യക്കൊരു ഫ്ലാഗും. അപ്പൊ എല്ലാ ഫ്ലാഗ്സും ഇവിടെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അകത്തേക്ക് വരുമ്പോൾ ഇവിടെ തന്നെ ഒരാളുടെ ഫോട്ടോ അല്ല, ശരിക്കും ഇത് കണ്ടോ, ഇത് തുംകു അബ്ദുറഹ്മാനാണ് കേട്ടോ, മലേഷ്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. സ്റ്റീഫൻ പറഞ്ഞു മലാക്ക കാണാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ കയറണം എന്ന്. ഇവിടെ കണ്ടോ മെർഡേക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ആണ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1957 10 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ മലേഷ്യ സ്വതന്ത്രമാകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് ഹിസ്റ്ററി അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ പഴയ ഈ ഒരു റീജിയൻ്റെ ഒരു മാപ്പ് കേട്ടോ. ഇവിടെ നമുക്ക് മലാക്ക എന്ന് കാണാം. ഈ ഒരു പെനിൻസുല മലയക്ക എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇത് ചൈനയാണ്, ഇത് ഇന്ത്യയാണ്, അങ്ങോട്ട് മിഡിൽ ഈസ്റ്റും യൂറോപ്പൊക്കെ അങ്ങോട്ട് പോകും. ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ മലാക്ക. ഈ ഒരു സംഗതി നമ്മുടെ ഇന്തോനേഷ്യൻ പാർട്സാണ്. ഇതൊക്കെ ഫിലിപ്പീൻസ്. അപ്പോൾ അന്ന് ഒരുപാട് പണ്ട് ഈ മലാക്ക ഒരു പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെൻ്ററായിരുന്നു കേട്ടോ. പണ്ടത്തെ കപ്പൽ വഴിയുള്ള വ്യാപാരങ്ങൾ നടന്നിരുന്ന കാലത്ത് മലാക്ക ഒരു പ്രധാന സെൻട്രൽ പോയിൻ്റ് ആയിരുന്നു. അതായത് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും ആ ഭാഗത്തു നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ ഗോൾഡും അതുപോലെയുള്ള പെർഫ്യൂംസൊക്കെ കൊണ്ട് കപ്പലുകൾ ഈ വഴി ഇങ്ങനെ വരും, ഇങ്ങോട്ട് വരും കേട്ടോ, ഈ ഒരു ഭാഗത്തേക്ക് വരും. പിന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ കുറേ സമയം കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ പഴയ കാലത്തെ പായ്ക്കപ്പലുകൾക്ക് ഇങ്ങനെ വരാൻ ഈസി ആയിരിക്കും. ഈ ഒരു ഭാഗത്തുനിന്ന് വർഷത്തിൽ ചില മാസങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും കാറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഈ പായ്ക്കപ്പലുകൾക്ക് സഞ്ചാരം സുഗമമായിരിക്കും. അപ്പോൾ ഈ വഴിക്ക് ചൈനയിൽ നിന്നുള്ള ട്രേഡിങ് വ്യാപാരികൾ കപ്പലിൽ ഇങ്ങനെ ഈ മലാക്കയിലേക്ക് വരും കേട്ടോ. അതുപോലെ തന്നെ സൂയസ് കനാലിനൊക്കെ മുമ്പ് അവിടുന്ന് യൂറോപ്പിൽ നിന്നൊക്കെയുള്ള കപ്പലുകളും ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ചുറ്റിയിട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വരും. അപ്പോൾ എല്ലാം കൊണ്ടും വ്യാപാരത്തിന് പറ്റിയ ഒരു സെൻട്രൽ പോയിൻ്റായിട്ട് മാറി കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ഈ മലാക്ക. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ പിന്നെ ഈ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ബ്ലാക്ക് പെപ്പർ, നല്ല ക്വാളിറ്റിയുള്ള ബ്ലാക്ക് പെപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും ഈ യൂറോപ്യൻസിന് കുറേ പേർക്ക് കണ്ണുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ട്രേഡിംഗ് പരമായിട്ട് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമായതുകൊണ്ട് ആ രീതിയിലും അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ 1498 ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ പോർച്ചുഗീസുകാർ വരുന്നത്. അതിനൊരു 2 വർഷത്തിന് ശേഷം അവർ ഈ ഒരു സാധ്യത മനസ്സിലാക്കിയതിന് ശേഷം അവർ ഈ വഴിക്ക് ഇങ്ങനെ മലാക്കയിലേക്ക് വന്നു. എന്നിട്ട് ഈ മലാക്കനെ അവർ പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. അന്നായിരിക്കും തോന്നുന്നു മലാക്കയുടെ അധിനിവേശത്തിൻ്റെ ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്, പോർച്ചുഗീസുകാർ കോൺക്വർ ചെയ്യുന്ന സമയത്ത്. പിന്നീട് കുറേ കാലം പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. പിന്നീട് ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള പല ആൾക്കാരുടെയും താല്പര്യം വർദ്ധിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ ഇംഗ്ലീഷുകാർ വരുന്നത്, ഡച്ചുകാർ വരുന്നതൊക്കെ കേട്ടോ. ഡച്ചുകാരാണ് പിന്നീട് വരുന്നത്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഏരിയ ഡച്ചുകാർ കൈയടക്കി. പിന്നെയും ഏകദേശം 2 നൂറ്റാണ്ടോളം കാലം ഡച്ചുകാരുടെ കയ്യിലായിരുന്നു. അതിനുശേഷം ഇംഗ്ലീഷുകാർ വരികയാണ്. അതിനുശേഷം ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിൽ മത്സരമാവുകയാണ് ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അവരൊരു ഘട്ടത്തിലെത്തുമ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ കേട്ടോ. അതായത് മലാക്ക എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു പെനിൻസുല ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുകയാണ്. ഡച്ചുകാർ ഈ ഒരു ഏരിയ, അതായത് ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു ഏരിയ കൈയടക്കി വെക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ഫിലിപ്പീൻസ് സ്പെയിനിൻ്റെ കയ്യിലാവുന്നത് ഏകദേശം. ഇവിടെ ഈ ഒരു കടലിടുക്ക് കണ്ടോ, അതായത് നമ്മുടെ ഇന്തോനേഷ്യക്കും മലാക്കക്കും ഇടയിലുള്ള ഈ ഒരു കടലിടുക്കിന് പറയുന്ന പേരാണ് മലാക്ക കടലിടുക്കെന്ന്. നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യം പോയ ദിവസം നമ്മളൊരു ക്രാബ് ഐലൻഡിൽ പോയിരുന്നു, ഒരു ഞണ്ട് ഐലൻഡ്. ആ ഞണ്ട് ഐലൻഡൊക്കെ വരുന്നത് ഈ പറയുന്ന മലാക്ക കടലിടുക്കിലാണ്. ഈ മലാക്ക കടലിടുക്കിൻ്റെ സമീപത്ത് വരുന്നത് കൊണ്ടാണ് ഈ ഏരിയക്ക്, ഈ റീജിയന് ഈ മലാക്ക എന്ന പേര് വന്നത്. അങ്ങനെ 1957 കേട്ടോ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഈ ഒരു റീജിയൻ സ്വതന്ത്രമാകുന്നത് കേട്ടോ.
ഈ ഒരു റീജിയൻ സ്വതന്ത്രമാകുമ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ കുറേ ചർച്ചകളും തർക്കങ്ങളൊക്കെ നടക്കുകയാണ്. ഈ ഏരിയ മൊത്തത്തിൽ ഒരു രാജ്യമാക്കി മാറ്റാം, അങ്ങനെയുള്ള കുറേ തർക്കങ്ങളൊക്കെ നടക്കുക കേട്ടോ. ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 11 പാർട്ടായിട്ട് കിടക്കുക കേട്ടോ. നിലവിൽ 11 സ്റ്റേറ്റാണ്. അന്നും അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ പോലെ പല പല പാർട്ടായിട്ടായിരുന്നു. ഈ ഒരു റീജിയനും ഈ ഒരു ഭാഗത്തായിട്ട് സിംഗപ്പൂർ വരുന്നുണ്ട്. പിന്നെ ഈ കടലിൻ്റെ ഇപ്പുറത്തായിട്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് സബ സർവാക് എന്ന് പറയുന്ന 2 സ്റ്റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മൊത്തം ഈ 2 സിംഗപ്പൂർ, ബാക്കിയുള്ള ഈ മലാക്ക, ഈ 4 കൂടിയിട്ട് ജോയിൻ ആയിട്ട് ഒരു രാജ്യമാവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് 1963 മലേഷ്യ രൂപപ്പെടുന്നത്. പക്ഷേ 1965 ആയപ്പോൾ സിംഗപ്പൂർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്ത് വേറെ രാജ്യമായിട്ട് മാറി. നിലവിൽ പെനിൻസുലാർ മലേഷ്യയിലെ 11 സ്റ്റേറ്റും ഈസ്റ്റ് മലേഷ്യയിലെ സബ സർവാക്ക് എന്ന് പറയുന്ന 2 സ്റ്റേറ്റും കൂടി 13 സ്റ്റേറ്റും കൂടാതെ ഫെഡറൽ ടെറിട്ടറി ആയിട്ടുള്ള കൊലലംപൂരും കൂടി ചേർന്നതാണ് ഇന്നത്തെ മലേഷ്യ. ഇവിടെ ഒരു പിക്ചർ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. 1957 സ്വതന്ത്രമാകുമ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻസിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് കേട്ടോ. കണ്ടോ? ഇതിനകത്ത് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ തുംകു അബ്ദുറഹ്മാൻ, അദ്ദേഹമാണ് ഈ കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത്. പിന്നെ ബ്രിട്ടീഷ് പ്രതിനിധികളുണ്ട്. അതുപോലെ തന്നെ മലേഷ്യയുടെ ആദ്യത്തെ രാജാവ് ഇദ്ദേഹം തുംകു അബ്ദുറഹ്മാൻ തന്നെയാണ് കേട്ടോ. സ്റ്റേറ്റ് സിംബിലാൻ്റെ രാജാവായിരുന്നു. അദ്ദേഹമാണ് ആദ്യത്തെ മലേഷ്യയുടെ രാജാവ് കേട്ടോ. സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന തുംകു അബ്ദുറഹ്മാൻ്റെ ഈ ഒരു ഫോട്ടോയിൽ നിന്ന് ഈ ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിട്ടുള്ള കൊലലംപൂരിലെ മെർഡേക്ക 118ൻ്റെ ഡിസൈൻ രൂപപ്പെട്ട കേട്ടോ. അതായത് 118 എന്ന് പറയാൻ കാരണം 118 നിലകളുള്ളത് കൊണ്ടാണ്. മെർഡേക്ക എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ആണ്. അതിൻ്റെ ഒരു രൂപം കണ്ടാൽ മനസ്സിലാവും. ഇദ്ദേഹം കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ആ ഒരു ഡിസൈൻ രൂപപ്പെട്ട കേട്ടോ. Merdeka! Merdeka! അങ്ങനെ നമ്മൾ ആ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിട്ടോ. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ നേരെ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പഴയ നിർമ്മിതിയുടെ ഒരു ഭാഗം കാണാം കേട്ടോ. കണ്ടോ? ഒരു വലിയൊരു കോട്ടയുടെയൊക്കെ ഒരു ചെറിയ ഭാഗം മാത്രം ആണെന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഇതിൻ്റെ പേരാണ് എ ഫമോസ. അതായത് പോർച്ചുഗീസുകാർ വന്നിട്ട് അവരിവിടെ പണിതൊരു കോട്ടയാണ്. ആ കോട്ടയുടെ ഗേറ്റ് മാത്രമാണ് കേട്ടോ ഇത്. ഈ ഗേറ്റ് മാത്രമേ ഇപ്പോൾ നിലവിൽ ഉള്ളൂ. അതായത് പോർച്ചുഗീസുകാർ ഈ ഏരിയനെ വിളിച്ച പേര് സാന്റിയാഗോ എന്നാണ്. അപ്പോൾ അവരിതിന് പേരിട്ടത് പോർട്ട സാന്റിയാഗോ എന്നാണ്. മീൻസ് സാന്റിയാഗോയുടെ ഗേറ്റ് ഓഫ് സാന്റിയാഗോ. പോർച്ചുഗീസ് വേർഡാണ് എ ഫമോസ എന്നുള്ളത്. ഇതിൻ്റെ പുറകിലേക്ക് ഒരു ഹില്ലാണ്, ഒരു ചെറിയൊരു കുന്നാണ്. അപ്പോൾ ഈ കുന്നിൻ്റെ പേര് സെൻറ്റ് പോൾ എന്നാണ്. അതിൻ്റെ മുകളിലൊരു ചർച്ചുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. ആ ചർച്ചിൻ്റെ പേരും സെൻറ്റ് പോൾ ചർച്ച് എന്നാണ്. ഈ കോട്ട ഇവർ പണിതത്, മിക്കവാറും കോട്ടകൾ പണിയുന്നത് സ്വന്തം സാമ്രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും കടലിൽ കൂടിയൊക്കെ ആയിരിക്കും. അപ്പോൾ മിക്കവാറും കോട്ടകൾ നമ്മൾ കണ്ടിട്ടുള്ളത് കടലിൻ്റെ സൈഡിലൊക്കെയാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതായത് ഈ കോട്ടയുടെ ഈ ഭാഗത്തേക്കായിട്ട്, കോട്ട എന്ന് പറയുന്നത് ഈ ഒരു ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ ചുറ്റി വരും. ഈ ഹില്ലിൻ്റെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ ചുറ്റി വരും. കോട്ടമതിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കോട്ടമതിലൊന്നും കാണാനില്ല. അപ്പോൾ ഈ കോട്ടമതിലിൻ്റെ ഈ സൈഡിലേക്കായിട്ട് ഇവിടെ ചെറിയൊരു ഫീൽഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങില്ലേ, ഇതിൻ്റെ തൊട്ട് പുറകിലൊക്കെ ആയിട്ട് കടലായിരുന്നു ആ കാലത്ത്. ആ കടൽ ഇപ്പോൾ സ്റ്റീഫനൊക്കെ കുട്ടിക്കാലത്ത് ആ കടൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ഇപ്പോൾ അവിടെ കടലില്ല കേട്ടോ. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ടാണ് കടൽ. മണ്ണിട്ട് നികത്തിയിട്ട് അവിടെയൊക്കെ ലാൻഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലാൻഡാക്കി മാറ്റിയിരിക്കുക. ഇപ്പോൾ നമുക്ക് കടൽ കാണണമെങ്കിൽ 2-3 കിലോമീറ്ററും കൂടി അങ്ങോട്ട് പോകണം. ഈ സ്ഥലമൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ദിവസം
ഇതൊരു വീക്കെൻഡ് ഒന്നുമല്ല, എന്നിട്ട് പോലും ഈ നട്ടുച്ച സമയത്ത് പോലും നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും. മലേഷ്യ സന്ദർശിക്കുന്ന പ്രത്യേകിച്ച് ചരിത്രത്തിലൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ മിക്കവാറും ഇവിടെ സന്ദർശിച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ. നമ്മൾ ജസ്റ്റ് ഞാൻ ആ ഒരു ഇൻഡിപെൻഡൻസ് വരെയുള്ള ചെറിയൊരു കാര്യം ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തെന്ന് മാത്രം. അതുപോലെ ഈ സ്ഥലത്തിന് മലാക്ക എന്ന് പേര് വരാനുള്ളതിൻ്റെ ഒരു ഐതിഹ്യം കൂടി, ഒരു കഥ ഞാനിവിടെ നിന്ന് കേട്ടു കേട്ടോ. അതായത് ഈ ഒരു മരം കണ്ടോ, ഈ ഒരു മരത്തിൻ്റെ പേര് മലാക്ക എന്നാണ്. പോക്കോക്ക് മലാക്ക. പോക്കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലായ് ഭാഷയിൽ മരം എന്നാണ് അർത്ഥം. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അറൗണ്ട് 12-13 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു രാജാവ് സിംഗപ്പൂരിനെ ആക്രമിച്ചു കേട്ടോ. ആ കാലത്ത് സിംഗപ്പൂരും ഇന്തോനേഷ്യ ഒന്നുമില്ല, അന്നൊക്കെ ഇതൊക്കെ ഓരോരോ നാട്ടുരാജ്യങ്ങളൊക്കെ ആണല്ലോ, പല പല പേരുകളിലുള്ള. അങ്ങനെ ആ രാജാവ് നോർത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പടയാളികളുമായിട്ടൊക്കെ ഓടി വന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അങ്ങനെ അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. ആ സമയത്ത് മുമ്പിലൊരു മാൻകുട്ടി വന്നു. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗസ് ഡിയർ എന്നൊക്കെ പറയുന്ന ചെറിയൊരു ഇനം മാനാണ്. ആ മാൻ വന്ന ആ സമയത്ത് തന്നെ വേറൊരു മൃഗം, കുറച്ച് വലിയൊരു മൃഗം ഈ മാൻകുട്ടിനെ ആക്രമിച്ചു അത്രേ. ആക്രമിച്ചപ്പോൾ ഈ മാൻകുട്ടി ശക്തമായി പ്രതിരോധിച്ചിട്ട് ഈ മൃഗത്തിനെ ഓടിച്ചു വിട്ടു അത്രേ. അപ്പോൾ ഈ രാജാവിന് ഭയങ്കര ഒരു താല്പര്യം തോന്നുന്നു ഈ സ്ഥലത്തിനോട്. ഈ സ്ഥലം ഭയങ്കര ബ്രേവ് ആണല്ലോ. ഒരുപക്ഷെ അദ്ദേഹം ഓടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ജാള്യത കൂടി തോന്നിയിട്ടുണ്ടാവും. പേടിച്ച് ഓടി വന്നതല്ലേ. അങ്ങനെ ഈ മാൻകുട്ടി ഓടിപ്പോയില്ല, പകരം പ്രതിരോധിച്ചു. അപ്പോൾ ആ മൃഗം ഓടിപ്പോയി. അദ്ദേഹത്തിന് അങ്ങനെ വന്നപ്പോൾ ഈ സ്ഥലത്തിനോട് താല്പര്യം തോന്നുകയും അദ്ദേഹം ഈ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം പണിയുകയും ചെയ്തു അത്രേ. ആ സമയത്ത് അദ്ദേഹം ഇരുന്ന ആ മരത്തിൻ്റെ പേര് എന്താണെന്ന് ഈ പടയാളികളോട്, കൂടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഈ മരത്തിൻ്റെ പേര് മലാക്ക എന്നാണെന്ന്. അങ്ങനെയാണ് ഈ സ്ഥലത്തിനും അവർ മലാക്ക എന്ന് പേരിട്ടത്. ഈ കണ്ടോ, ഇതാണ് കേട്ടോ ആ മലാക്ക സ്റ്റേറ്റിൻ്റെ എംബ്ലം, സീൽ ഇതാണേ. കണ്ടോ, അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മൗസ് ഡിയറിൻ്റെ ചിത്രമുണ്ട്. ഫമോസയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട്, ഇടത് ഭാഗത്തായിട്ട് ഇവിടെ ഒരു കൊട്ടാരമുണ്ട് കേട്ടോ. ഇത് ശരിക്കും കൊട്ടാരമല്ല, കൊട്ടാരത്തിൻ്റെ റിപ്ലിക്കയാണ്, പിന്നീട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിപ്പോൾ മലാക്ക സുൽത്താനേറ്റ് പാലസ് മ്യൂസിയം ആണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ മ്യൂസിയം ക്ലോസ് ചെയ്ത് നമുക്ക് കയറാൻ കഴിയില്ല. ഈ വെള്ളിയാഴ്ച ആയതുകൊണ്ട്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ജുമാ സമയം ആയതുകൊണ്ട് ഈ സമയത്ത് അത് ക്ലോസ് ചെയ്തു. 12 മണി സമയം കഴിഞ്ഞു കേട്ടോ. നമുക്കും ജുമാക്ക് പോകണം. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് അതിന് ശേഷം കാണാം. ഇവിടെ ഒരു പള്ളിയുണ്ട്, കടലിലാണ് കേട്ടോ പള്ളി നിൽക്കുന്നത്. ആ പള്ളിയുടെ പേര് മസ്ജിദ് സലാത്ത് മലാക്ക എന്നാണ്. സലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ്, അതായത് കടലിടുക്ക് എന്നാണ്. മലാക്ക കടലിടുക്ക് പള്ളി എന്നാണ് ആ പള്ളിയുടെ മലയാളത്തിലുള്ള പേര്. അപ്പോൾ നമുക്ക് എന്തായാലും ഹോട്ടലിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് പള്ളിയിൽ പോകാം. ഇപ്പോൾ ഇതാ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ആ വരാന്തിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടോ, ഈ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ, ഇതൊക്കെ ഒരുപാട് പഴയ ആർക്കിടെക്ചറാണ് കേട്ടോ. അത് പഴയ ബിൽഡിങ്സ് ആണ്. ഏകദേശം ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് ഫുള്ള് കടലായിരുന്നു കണ്ടോ. ഈ ഭാഗമൊക്കെ കടലാണ് കേട്ടോ. ഇപ്പം നിലവിൽ നമുക്കിതാ ഈ മരമൊക്കെ കാണുന്നില്ലേ, ഈ ഭാഗത്ത് ഇതാ ഇവിടെ കടൽ കാണുന്നുണ്ട്. ഇത്രയും ദൂരമാണ് ഇപ്പോൾ കടൽ. മുൻപ് ഇതൊക്കെ കടലായിരുന്നു. ഈ കാണുന്ന സ്ട്രക്ചറൊക്കെ പുതിയതാണ് കേട്ടോ. ഇതൊക്കെ പുതിയതാണ്. ഇങ്ങനെ ലാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ കുറേ വർഷങ്ങൾ അവർ മരം മാത്രം വെക്കും കണ്ടോ. ഈ ഭാഗത്ത് കണ്ടോ മരം, അങ്ങനെ മരം മാത്രം വെച്ചിട്ട് ആ ലാൻഡ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമുള്ള ഇത്ര കൺസ്ട്രക്ഷനൊക്കെ ചെയ്യാം കണ്ടോ. ഇത് ഇവിടുന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ വീണ്ടും ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി സ്റ്റീഫൻ എന്നെ കടലിടുക്ക് പള്ളിയിൽ ഡ്രോപ്പ് ചെയ്യും. ആ പള്ളി നമുക്ക് കാണാൻ വേണം, ജുമ നിസ്കരിക്കാൻ വേണം. ജുമ കഴിഞ്ഞതിന് ശേഷം സ്റ്റീഫൻ എന്നെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്ററാണ് കാണിക്കുന്നത്. സമയം ഒരു 10 മിനിറ്റോളം വരും. കാരണം ഇവിടെ ഈ റോഡ് ഇടയ്ക്ക് ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടാവുന്നതാണ് അത്രേ. അപ്പോൾ എന്തായാലും നമുക്ക് പള്ളിയിൽ പോവാം. ആ നേരെ മുമ്പിൽ കാണുന്ന ബിൽഡിങ്സ് കണ്ടോ, അതൊക്കെ ഹോട്ടലാണ് കേട്ടോ. അത്രയും വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ നിർമ്മിച്ചെടുത്ത ലാൻഡിലാണ്, മണ്ണിട്ട് നികത്തി എടുത്ത ലാൻഡിലാണ് ഇത്രയും വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇപ്പോൾ കുറേ സ്ഥലത്തുണ്ടല്ലോ, ദുബായിലൊക്കെ മറ്റേ പാം ജുമൈറ അല്ലേ, പാം ഐലൻഡ് ഒക്കെ അല്ലേ. ഈ സ്ഥലം മലാക്ക റായ ആണോ? Malacca Raya East Side. This is new area na. Actual name സ്ഥലം പേര് എനിക്ക് 100% അറിയില്ല. I think maybe Pulau Malacca, Malacca Dweep, Malacca. Maybe. Okay. check ചെയ്യണം. Because ഇത് പുതിയ റീക്ലെയിം ചെയ്തു ഏരിയ. ഈ മലാക്ക റായ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? മലാക്ക റായ മീനിങ് സെലിബ്രേഷൻ ആണ്. സെലിബ്രേഷൻ ഹാപ്പനിങ് സെലിബ്രേഷൻ. ഓക്കെ.
Malacca Gateway. ആ മലാക്ക ഗേറ്റ് വേ. അപ്പോൾ ഓക്കെ, പള്ളി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ സ്റ്റീഫൻ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ടോ. നമ്മളിപ്പോൾ പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വന്നത് കേട്ടോ. ഈ റോഡ് ക്രോസ് ചെയ്ത ഈ കാണുന്നതാണ് പള്ളി. ഇത് ശരിക്കും അകത്തേക്ക്, കടലിൻ്റെ അകത്തേക്ക് നീണ്ടു നിൽക്കുന്നൊരു വഴിയാണ് കേട്ടോ. ഇങ്ങനെയാണ് നടന്നിട്ട് പോവുക. ചോദിച്ചു നോക്കണം എനിക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ ചോദിച്ചു ഫോട്ടോ എടുക്കാൻ പറ്റുമോ, വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അവരിങ്ങനെ മടിച്ചിട്ട്, ഇപ്പോൾ പ്രൈം ടൈമാണ് ടൂറിസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിസ്കരിക്കാൻ പോകുന്നതന്നെയാണ് പറഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമില്ല ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് മസ്ജിദ് സലാത്ത് മലാക്ക. ഈ ഭാഗത്തായിട്ട് ഒരു വലിയൊരു മിനാരമുണ്ട് കേട്ടോ. ഏകദേശം 30 മീറ്ററോളം ഹൈറ്റുള്ള മിനാരാണ്. ഞാൻ ഗൂഗിളിൽ വായിച്ചപ്പോൾ ഈ ഒരു മിനാരം ലൈറ്റ് ഹൗസ് ആയിട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇതൊരു കടലിൽ നിൽക്കുന്നതായതുകൊണ്ട് ലൈറ്റ് ഹൗസ് ആയിട്ടും കൂടി ആ ഒരു മിനാരം ഉപയോഗിക്കുന്നുണ്ട്. ഇത്ര ഇങ്ങനെ റോഡ് കാണുന്നുണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നുമില്ല, ആ ഭാഗത്തൊക്കെ നമുക്ക് കടൽ കാണാം. അപ്പോൾ ഇതാണ് പള്ളിയുടെ കറക്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. പള്ളിയിലേക്ക് ഇങ്ങനെ നടന്ന് കയറുമ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഈ വരുന്ന ആൾക്കാരുടെ എല്ലാം കയ്യിൽ ഇങ്ങനെ ഒരു പെർഫ്യൂം ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്ര പോലത്തെ എന്തൊരു സംഭവം ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ അകത്തേക്ക് കയറിട്ടോ. വന്ന ആൾക്കാർ കുറേ പേരൊക്കെ അവിടെ സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നൊക്കെ കണ്ടു. ഒരു ഭാഗത്തായിട്ട് ഒളു എടുക്കാനുള്ള സൗകര്യം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ആയിട്ടുണ്ട്. സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം അപ്സ്റ്റെയറിലാണ്. ഈ ഒരു കോണി കയറി കഴിഞ്ഞാൽ അവർക്കുള്ള സ്ഥലമാണ് കേട്ടോ. സ്ത്രീകൾക്ക് അറിയാലോ, വനിത എന്ന് തന്നെയാണ് മലായി ഭാഷയിൽ പറയാം. പിന്നെ ഇതാ വേറൊരു ഭാഗത്തേക്ക് ചെന്നപ്പോൾ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഒരു റിങ്കറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു റിങ്കറ്റ് അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് ഓരോ ബോട്ടിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു ഭാഗത്തേക്ക് ചെന്നപ്പോൾ നമ്മൾ ഈ ഷോപ്പിംഗ് മാളുകളിലൊക്കെ കാണില്ലേ ഇങ്ങനെ ഈ മസാജ് ചെയ്യാനുള്ള ചെയർ, പൈസ കൊടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഇങ്ങനെ കുറച്ച് നേരം മസാജിങ്ങൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ആ ചെയേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മണി പോയപ്പോൾ ഇടത് ഭാഗത്തൂടെ നമുക്ക് പുറത്തേക്ക്, പള്ളീൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ പള്ളീൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും നമുക്കിത് കടലിലാണ് നിൽക്കുന്നത് മനസ്സിലാവുക കേട്ടോ. കണ്ടോ, ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും കടലാണ് കേട്ടോ. ഇങ്ങനെ കണ്ടോ, നമ്മളിപ്പോൾ വന്നത് ഇതാ ആ ഒരു വഴിക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും പള്ളിയുടെ ബാക്ക് സൈഡായിട്ടാണ് ഇത് വരിക കേട്ടോ. അങ്ങോട്ട് നിന്നിട്ട് ആൾക്കാർ നമസ്കരിക്കുന്നത് പടിഞ്ഞാറ് ആ ഭാഗത്തേക്കാണ്. നമസ്കാരത്തിന് സമയമായിട്ടില്ല കേട്ടോ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ ആ മസാജിങ് ചെയറൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഇപ്പുറത്തൊരു ഭാഗത്തായിട്ട് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ കളി ഉപകരണങ്ങളുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോറടിക്കുകയാണെങ്കിലൊക്കെ അവർക്ക് ഇവിടെ സമയം കളയാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. വേറെ കുറച്ച് ആൾക്കാർ അവിടെ ഖുറാനൊക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അങ്ങനെ പള്ളി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഈ കുറച്ച് പുറകിലാണ് സ്റ്റീഫൻ എന്നെ ഡ്രോപ്പ് ചെയ്തത്. പക്ഷേ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ വണ്ടി വരണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഈ പള്ളി പിരിഞ്ഞത് കാരണം നല്ല തിരക്കാണ് റോഡിൽ. അപ്പോൾ കുറച്ച് മുമ്പിലേക്ക് നടന്ന് സ്റ്റീഫൻ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം ആ വെയിൽ കൊണ്ട് നടന്ന് വന്നിട്ടേ AC ഓണാക്കിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കിടക്കുന്ന വണ്ടിയിൽ കയറിയപ്പോൾ ഭയങ്കര സുഖം. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം. എന്തോ ഒരു സ്പെഷ്യൽ ഫുഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു സ്റ്റീഫൻ ലഞ്ചിന്. അവിടെ പോവാം, നോക്കാം. എന്താ നോക്കാം അവിടെ എന്താ ഫുഡ്. ഓക്കെ. ഈ ഷോപ്പ് വന്ന് പേര് ബാബ ചാർലി കഫേ. ബാബ ചാർലി കഫേ, ആ യെല്ലോ ബിൽഡിംഗ് അല്ലേ? അവിടെ സ്പെഷ്യൽ ഫുഡാണ്. ഓക്കെ നമ്മൾ അവിടുന്ന് ലഞ്ച് കഴിക്കുന്നത്. ഓക്കെ ബാബ ചാർലി കഫേ. പള്ളീൻ്റെ അവിടുന്ന് നമ്മളൊരു 10-15 മിനിറ്റ് ഡ്രൈവ് ചെയ്യും. കുറച്ചധികം ദൂരം ഓടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വരുന്ന വഴിക്ക് രണ്ട് ഭാഗത്തും ഒരുപാട് പഴയ ബിൽഡിങ്സ് ഒക്കെ ഉള്ള ഒരു റോട്ടിൽ കൂടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബാബ ചാർലി കഫേയിലെത്തി. ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീഫൻ അത് സർപ്രൈസ് ആണെന്ന് പറയും. അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിക്കുന്നില്ല. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ആ മെനു ഉണ്ടല്ലോ. അതായത് പണ്ടത്തെ കാലത്ത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പായ്ക്കപ്പൽ വഴി ട്രേഡിങ് നടത്തിയിരുന്ന ആ ഒരു സമയത്ത്, ഞാൻ ഈ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അങ്ങനെ ആ ട്രേഡിങ് നടത്തിയിരുന്ന ആ സമയത്ത് ചൈനയിൽ നിന്ന് കുറച്ച് പേര് ഇവിടെ വന്നിട്ട്
കച്ചവടത്തിന് വേണ്ടി വന്ന ആൾക്കാർ ഇവിടെ സെറ്റിലായി. അവർ ഇവിടുന്ന് കല്യാണമൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരായി മാറി കേട്ടോ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ഇല്ലേ, ആ ഒരു കമ്മ്യൂണിറ്റീനെ പറയുന്ന പേരാണ് ബാബ ന്യൂന്യ എന്ന് കേട്ടോ. ബാബ ന്യൂന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയുടെ പേരാണ്, ആ ഒരു അവരുടെ ഒരു കൾച്ചറിൻ്റെയും കൂടി പേരാണ്. അതിൽ ഈ പുരുഷന്മാർ വിളിക്കുന്ന പേരാണ് ബാബ, അവരിലുള്ള സ്ത്രീകളെ പറയുന്ന പേരാണ് ന്യൂന്യ കേട്ടോ. അപ്പോൾ ബാബ ന്യൂന്യ എന്ന് പൊതുവെ പറയും. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഈ മലാക്കിൽ കൂട്ടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കുറേ റെസ്റ്റോറൻറ്റുകൾ കാണാൻ പറ്റും. ബാബ ന്യൂന്യ റെസ്റ്റോറൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലത് ബാബ റെസ്റ്റോറൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലത് ന്യൂന്യ റെസ്റ്റോറൻറ്റ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ ബാബ ചാർലി കഫേ ആണ് കേട്ടോ. അതായത് ചാർലി ഒരു പുരുഷനാണല്ലോ, ചാർലി എന്ന് പറയുന്ന ആളുടെ കഫേ ആയിരിക്കും. അതുകൊണ്ട് ബാബ ചാർലി കഫേ എന്നുണ്ട്. അവിടെ തന്നെ ഉണ്ട് ഇവരുടെ കേക്ക് ഉണ്ടാക്കുന്ന ഡിവിഷനാണെന്ന് തോന്നുന്നുണ്ട്. ന്യൂന്യ എന്ന് പറയുന്ന ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബാബ ന്യൂന്യ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതാണ് ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലഞ്ചിന് അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സ്റ്റീഫൻ അവിടെ പോയി, ഇതിനകത്ത് ഭയങ്കര തിരക്കാണ്. ഓക്കെ നേരത്തെ ഇങ്ങോട്ട് കയറിയ സമയത്ത് ഇതിനകത്ത് സീറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ദാ ഒരു 2 പേർക്കുള്ള ഒരു കുഞ്ഞ് ടേബിൾ ഇട്ടിട്ടുണ്ട്. സ്റ്റീഫൻ അവിടെ സെറ്റിൽഡാണ്, ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണം. ഇവിടെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് സ്റ്റീഫനോട് തന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. പുള്ളി ഓർഡർ ചെയ്യട്ടെ. So this is a very popular hotel ആണ്. കണ്ടു എത്ര ഇപ്പൊ ഓൾറെഡി ലഞ്ച് ടൈം കഴിഞ്ഞ്. ലഞ്ച് ടൈം എപ്പോ 12:30, ഇപ്പൊ 3 മണിയായി. കണ്ട് എത്ര ആളുണ്ട്. 3 മണിയായിട്ടും നല്ല തിരക്കാണ് ഇവിടെ. എപ്പോ തിരക്കാൾ സ്ഥലമല്ലേ, എന്റെ അർത്ഥം നല്ല ഫുഡ് കിട്ടും. അത് പോപ്പുലർ ഫുഡ്. ബാബ ന്യൂന്യാല് ഫുഡ് കുറെ അങ്ങനെ സ്പെഷ്യൽ ഫുഡാണ്. ആക്ച്വലി ബാബ ന്യൂന്യ ഈ ഇങ്ങനെ കൾച്ചറല്ലേ, ഇങ്ങനെ ഫുഡ് അല്ലേ ചിലപ്പോൾ ലോകത്തിൽ കിട്ടും, പക്ഷെ ഒറിജിനൽ ഇവിടെയാണ്. ഈ ബാബ ന്യൂന്യ ടൈപ്സ് ഓഫ് പേസ്ട്രീസ് ഈ ഷോപ്പില് about 25 different types of pastries കിട്ടും. ഓക്കെ, പിന്നെ വേറെ ഒരു അട്രാക്ഷൻ ബാബ ന്യൂന്യ ഹോട്ടൽ അല്ലേ, ഈ ഇങ്ങനെ ബാബ ന്യൂന്യ പായസം പോലെ ഡ്രിങ്ക് ആണ്, പേര് ചെന്തോ. പായസം പോലെയാണ് അത് ബാബ ന്യൂന്യ പോലെ പായസമാണ്. ഈ മലക്ക വരുമ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ചെന്തോൾ ട്രൈ ചെയ്യണം. സ്പെല്ലിംഗ് CENDOL, ചെന്തോൾ. അത് കൊല്ലംപോർ കിട്ടും, എല്ലാ സ്ഥലത്തും കിട്ടും, പക്ഷെ ഇവിടെ അങ്ങനെ പറയാം. സ്റ്റീഫൻ പറഞ്ഞതേ ബാബ ന്യൂന്യ ഫുഡിനെ പോലെ തന്നെ ഒരുപക്ഷെ അതിൽ കൂടുതൽ ഫേമസ് ആണത്ര ഈ അവരുടെ പേസ്ട്രീസ് കേട്ടോ. കണ്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്, ഫുഡിനും പേസ്ട്രീസിനും തന്നെ നല്ല തിരക്കാണ് ഇവിടെ. സ്റ്റീഫൻ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബ ന്യൂന്യ എന്ന് പറയുന്ന ഇവരുടെ ഈ ഫുഡ് ഐറ്റം ലോകത്തിൽ പല ഭാഗത്തും കിട്ടുമായിരിക്കും. ഇപ്പോൾ മലേഷ്യയിൽ തന്നെ ചിലപ്പോൾ കൊലലംപൂരൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഓത്തൻറ്റിക് സാധനം കിട്ടണമെങ്കിൽ ഇവിടെ മലാക്കയിൽ തന്നെ വരണമെന്നാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും മലാക്ക വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത് 2 ഐറ്റം ആണല്ലോ, എന്താ സംഭവം? This is Nyonya curry noodles. ന്യൂന്യ കറി നൂഡിൽസ് ആണ്. പിന്നെ ഈ ഒരു സ്പെഷ്യൽ ഡിഷ് ആണ്, പേര് പോപ്പിയ. POPIAH. ഉള്ളില് കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ എഗ്, പിന്നെ ചില്ലി സോസ്, പിന്നെ സലാഡ്, ഒരു റെപ്പാണ്. നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പിയാണ്. ജസ്റ്റ് ഇതിന്റെ ഈ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ. തേങ്ങാപ്പാലാണ് മെയിൻ. തേങ്ങാപ്പാലാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. നല്ല തേങ്ങാപ്പാൽ കറിയാണ്. സീ ഫുഡ് ഉണ്ട്, സീ ഫുഡ് ഉണ്ട്, ഷ്രിംസ് ഉണ്ട്. വേറെ ഇതെന്താ സാധനം? തോഫു. തോഫു സോയ. എന്താണ് സോയ ഉണ്ട്. പിന്നെ വേറെ എന്താണ്? ഇതും തോഫു അല്ലേ? തോഫു ആണ്. വേറെ ഷിംസ്, നൂഡിൽസ് ഉണ്ട്. ഓക്കെ നൂഡിൽസ് ഉണ്ട്. ഇത് സ്പെഷ്യൽ യെല്ലോ നൂഡിൽസ് ആണ്. ഓക്കെ, തോഫു കഴിക്കാം നമുക്ക്. ടോഫു എന്തിനാ യൂസ് ചെയ്യുന്നത് അറിയോ? ടോഫു കറി ഉള്ളിൽ കുക്ക് ചെയ്യുമ്പോൾ ഈ കറി ഫ്ലേവർ എല്ലാം അബ്സോർബ് ചെയ്യും. പിന്നെ നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ ഈ കറിന്റെ എല്ലാ ഫ്ലേവറും ഈ ടോഫു അബ്സോർബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കടിക്കുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, ചുഴിയാണ്. ഇത് കടിക്കുമ്പോൾ മൊത്തം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വെള്ളം അങ്ങോട്ട് വരും പുറത്തേക്ക്. ഫുള്ള് വെള്ളം കുടിച്ച് നമ്മളെ ബ്രെഡൊക്കെ വെള്ളത്തിലിട്ടുണ്ടാവില്ലേ, പക്ഷെ ഇത് അലിഞ്ഞു പോകുന്നില്ല കേട്ടോ.
നമ്മളിങ്ങനെ ചവച്ച് തന്നെ കഴിക്കണം. അടിപൊളി. ഇത് വേറൊരു ടോഫു ആണല്ലോ അല്ലേ? ഇത് സോയ തന്നെയാണോ? ഫിഷ് കേക്കാണ്. ഫിഷ് കേക്കാ? ഫിഷ് കേക്ക് എന്ന സംഭവം നമ്മുടെ നാട്ടിലില്ലാന്ന് തോന്നുന്നുണ്ട്. കൊറിയയിലൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് ഈ സാധനം കേട്ടോ, ഫിഷ് കേക്ക്. പിന്നെ ഇതിനകത്ത് നൂഡിൽസും വേറെയും എന്തൊക്കെയോ സംഭവങ്ങളും കൂടി ഉണ്ട് കേട്ടോ. പിന്നെതാ ഈ ഒരു സംഭവം ഉണ്ട്. വളരെ കുറച്ച് ഫുഡേ ഓർഡർ ചെയ്തിട്ടുള്ളൂ എന്ന് സ്റ്റീഫൻ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ വന്നിരിക്കുമ്പോൾ. പക്ഷെ പിന്നെയും നമ്മളിതിങ്ങനെ കഴിക്കാൻ തുടങ്ങിയ സമയത്ത് വീണ്ടും കൊണ്ടുവന്നേക്കുന്നത് ഇത് വേറെ ആയിട്ട്. ഇതെന്താണ് ഏറ്റവും? ഇത് ഡ്രൈ ഫ്രൈഡ് നൂഡിൽസ്. വേറെ ഫ്ലേവർ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതെന്താണ്? ഇത് പച്ചക്കറി. ആ പേര് കങ്കോങ്. Actually in English it's called water spinach. വാട്ടർ സ്പിനാച്ച്. Spinach അല്ല, ചീര സ്പിനച്ച് അല്ലേ. This is water spinach. വേറെ ടൈപ്പ് ചീര ആണ്. മലേഷ്യ നല്ല പോപ്പുലർ കാരണം ഇത് നല്ല വൈറ്റമിൻ ഉണ്ട്. ഫുൾ വൈറ്റമിൻ A, B, C എല്ലാ വൈറ്റമിൻ ഉണ്ട്. ഇത് ന്യോന്യ സ്റ്റൈൽ കങ്കോങ്. നല്ല ടേസ്റ്റ് ആണ്. ഇത് ടേസ്റ്റ് ചെയ്യണം. മാത്രം these 4 dishes. അപ്പൊ ഇത് എല്ലാം കൂടെ അപ്പൊ ശരിക്കും ഒരുപാട് ക്വാണ്ടിറ്റി ആയി. എന്തായാലും കഴിക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ടേണിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ റാഡിഷ് ഒക്കെ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ റൗണ്ടാണ്, നമ്മളെ ഉരുണ്ടിട്ടുള്ളതാണ്. മലയാളത്തിൽ കണ്ടത് മധുര മുള്ളങ്കി എന്നാണ്. ആ പേര് കറക്റ്റാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും മുള്ളങ്കി പോലത്തെ ഒരു സാധനമുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പക്ഷേ ഇത് കൈ കൊണ്ട് എടുത്ത് കഴിക്കായിരിക്കും എനിക്ക് സേഫ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് സലാഡ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ ഈ മൈദ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പുറന്തോടുണ്ട്, വേറെ എന്തൊക്കെയുണ്ട്. ഇതും ചെറിയ സ്വീറ്റാണ് എനിക്ക് തോന്നുന്നത്. ടേണിപ്പ് സ്വീറ്റാണ്. അപ്പൊ പിന്നെ മധുരമുള്ളങ്കി എന്നുള്ള പേര് കറക്റ്റാണ്. ഞാൻ മധുരമുള്ളങ്കി എന്ന് കണ്ടപ്പോൾ അത് തെറ്റായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ടേണിപ്പ് സ്വീറ്റാണ്, മുള്ളങ്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ കുറച്ച് മധുരമുണ്ട്. ഉണക്കച്ചമ്മീൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. ഉണക്കച്ചമ്മീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ചീര, സ്പെഷ്യൽ ചീര ഉണ്ടത്. ഞോഞ്ഞ ഫ്രൈഡ് തിൻ നൂഡിൽസ് അല്ലേ? അത് വളരെ തിന്നായിട്ടുള്ള നൂഡിൽസ് ആണ് കേട്ടോ. അതിനകത്ത് മുകളിൽ കുറച്ച് ക്യുക്കമ്പർ കട്ട് ചെയ്തിട്ടുണ്ട്, ഷ്രിംസ് ഉണ്ട്, ടോഫു ഉണ്ട്, ഫിഷ് കേക്കിന്റെ ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്, അതുണ്ടായിരിക്കും. ഇത് ഫിഷ് കേക്കാ? ഇത് ഫിഷ് കേക്ക്. ഇത് ഫിഷ് കേക്കാണ് കേട്ടോ. യെസ്, ഒന്നും മോശം പറയാനില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണെന്ന്, നമ്മുടെ കറി നൂഡിൽസ്. ഇത് പൊതുവേ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇവിടെ തായ് ഫുഡില്ലേ, തൊമ്യം എൻ്റെ ഫേവറേറ്റാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എപ്പോഴും ഒരു സൂപ്പ് പോലത്തെ സംഭവങ്ങളെ കോരി കുടിക്കാൻ കിട്ടുന്നത് എപ്പോഴും എൻ്റെ ഫേവറേറ്റാണ്. അതുകൊണ്ടായിരിക്കാം ഈ 4 എല്ലാം എനിക്ക് ഇഷ്ടമായി. അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ഇതാണ്, ബാബ ഞോഞ്ഞ കറി നൂഡിൽസ്. അപ്പം ഇനി നമുക്കിതൊന്ന് തീർക്കാം, കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ടോ. നമ്മൾ അത്രയും ഭക്ഷണം കഴിച്ചില്ലേ. സ്റ്റീഫൻ ബ്രോ പറഞ്ഞിരുന്നു ചിലതൊക്കെ എക്സ്പെൻസീവ് ആണെന്നൊക്കെ. അപ്പോൾ 4 ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ബില്ല് ചോദിച്ചപ്പോൾ ജസ്റ്റ് 35 റിംഗിറ്റ് മാത്രം. ഇന്ത്യൻ മണി ഒരു 600 രൂപ, 600 സംതിങ് അത്രേ ഉള്ളൂ. ഈ കറി വേണ്ട, എപ്പോഴും ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോയാൽ മതി. സ്പെഷ്യൽ ഫുഡ് ആവണം, പൈസ വളരെ കുറവാകണം. നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ ഫുൾ ഗോൾഡ് ഐറ്റംസ്, സ്വർണ്ണം ഭക്ഷണം ഫുൾ ഒരു പീസ് അത് $100 അങ്ങനെ കഴിക്കാം. ഓക്കെ, എന്തായാലും കൊള്ളാട്ടോ. ഇവരുടെ ഭക്ഷണങ്ങൾ പോലെ തന്നെ പറഞ്ഞില്ലേ, ഒരുപക്ഷെ അതിൽ കൂടുതൽ പോപ്പുലറാണ് അവരുടെ ഈ പേസ്ട്രീസും മറ്റുള്ള കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് അച്ചാറ്, പിന്നെ ജാമ്, വൈന്, ഹൽവ അല്ലേ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം ആൾക്കാർ നല്ലോണം വന്ന് വാങ്ങണമെന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു പുതിയൊരു കമ്മ്യൂണിറ്റീനെ നമ്മൾ പരിചയപ്പെട്ടു, അവരുടെ ഫുഡും എക്സ്പീരിയൻസ് ചെയ്തു. വാട്ട്സ് നെക്സ്റ്റ്? ഐ ഡോണ്ട് നോ. ഇപ്പോൾ ഉറക്കം സമയം, സ്ലീപ്പിംഗ് ടൈം. ശരി.